ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് മെഹന്തിൻ്റെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്ന് ഫുൾ ഹാൻഡിൽ ചെയ്തെടുക്കുന്ന ഒരു മെഹന്തിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. തുടക്കക്കാർക്കും എളുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നോർമലി ഉപയോഗിക്കുന്ന എലമെൻസിൽ നിന്നും ഇത്തിരി വ്യത്യാസത്തിലാണ് ഇന്നത്തെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സിമ്പിൾ എലമെൻറ്റ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൈയിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കർവ് വരുന്ന ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈൻ കട്ടി കൂട്ടി വരച്ച ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഓരോ ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഏറ്റവും താഴെയുള്ള ലൈനിൽ ഓരോ ജോയിൻ്റ് വരുന്ന സ്പേസിലും ഇതുപോലെ ഒന്ന് 3 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്പേസിലൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് വിട്ട ശേഷം ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചിട്ട് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി ഓരോ കോളങ്ങളുടെ സെൻട്രലായിട്ടും ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റിലും ഒന്ന് ഡോട്ട്സ് ഇട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു വരച്ചെടുത്ത കോളങ്ങളുടെയൊക്കെ ഉൾഭാഗത്തായിട്ട് ഓരോ ലൈൻ കൂടെ ഒന്ന് ഉള്ളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ കൂടെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വരുന്ന ഓരോ ജോയിൻറ്റിലും ഇത്തിരി വലിയൊരു ഡോട്ട് വീതം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ വരച്ചതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ആ ഒരു സ്പേസ് വിട്ടതിൽ 2 ലൈൻസോ 3 ലൈൻസോ വരച്ചിട്ട് കോളങ്ങളാക്കി എടുക്കുക. ഇനി ഈ ഒരു കോളങ്ങളെ ഡിവൈഡ് ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ടുള്ള ലൈൻസ് വരച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് വരുന്ന സ്പേസിൽ ഇതുപോലെ ഓരോ സർക്കിൾസ് വരച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്പേസിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. അതിനുശേഷം ഈ ഡിസൈനിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് കൈയിൻ്റെ 2 സൈഡിൽ നിന്നും ഇത്തിരി ഗ്യാപ്പ് വിട്ട ശേഷം സെൻറ്റർ ഭാഗത്ത് ഇത്തിരി വീതി കൂടി നിൽക്കുന്ന രീതിയിൽ 2 ഭാഗത്തു നിന്നും ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ ഒക്കെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ടും സെൻറ്ററിലുള്ള ഭാഗത്ത് ഇത്തിരി കൂടെ ഒന്ന് മുകളിലോട്ടായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലും ഒന്ന് ലൈൻസ് വരച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം സെൻറ്റർ ഭാഗത്ത് കൊടുത്ത സ്പേസിൽ സെൻട്രലായിട്ട് വീണ്ടും ഒരു ലൈൻ കൂടെ മുകളിലോട്ടായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ 2 ലൈൻസ് വീതം വരച്ച് കൊടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന 2 സ്പേസിലും ഓരോ ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ വരച്ചെടുത്ത ഷേപ്പിൻ്റെ മുകളിലായിട്ടൊന്ന് ഹംസ് കൂടെ വരച്ചെടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന 2 സ്പേസിലും ഇതുപോലെ ഒന്ന് സിഗ്സാഗ് വരുന്ന രീതിയിൽ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലോട്ടും വരച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങൾ സിഗ്സാഗിൽ വരുന്ന രീതിയിൽ ഒന്നാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്തൊരു സൈഡിലും സിഗ്സാഗ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കയ്യിൽ ഇത്തിരി സ്പേസ് വിട്ട ശേഷം കർവ് വരുന്ന ഒരു ലൈനൊന്ന് ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്പേസിൽ ഇതുപോലെ ഒന്ന് ഇത്തിരി ഗ്യാപ്പിട്ട് മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ലൈൻസിൻ്റെയും സൈഡിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സെൻറ്ററിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. അതിനുശേഷം ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് കൈയിൻ്റെ ഉൾഭാഗത്ത് ഒരു 3/4 ഭാഗത്തോളം വരുന്ന രീതിയിൽ സ്പേസ് വിട്ടിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിലും ഇതുപോലെ തന്നെ 2 സൈഡിലോട്ടും ലൈൻസ് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഓരോ ലൈൻ കൂടെ വരച്ച് കൊടുക്കുക. ഇനി സെൻറ്റർ ഭാഗത്ത് കിട്ടിയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് 4 സൈഡിൽ നിന്നും ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. സെൻറ്ററിലായിട്ടും ഒരു സ്പൈറൽ വരച്ച് കൊടുത്ത ശേഷം അതിന് ചുറ്റിലും റാ ഷേപ്പ് വരുന്ന പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന സ്പേസിൽ ഒരു കുഞ്ഞു സർക്കിൾ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്പേസിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം സൈഡിലായിട്ട് വരുന്ന സ്പേസിൽ ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് വരച്ച് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡിൽ നിന്നും ചെരിഞ്ഞ രീതിയിൽ വരച്ച് കൊടുത്തിട്ട് കോളങ്ങളാക്കി എടുക്കുക.
അതിനുശേഷം തള്ളവിരൽ തുടങ്ങുന്ന ഭാഗത്ത് ഇതുപോലൊന്ന് 3 ലൈൻസ് വരച്ചു കൊടുക്കണം. അതിൽ സെൻറ്ററിലുള്ള ലൈന് കുറച്ചധികം കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട്. ബാക്കി 2 ലൈൻസും ഒരേ കട്ടി വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന ആ ഒരു സ്പേസിനുള്ളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ കോളങ്ങളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കൈയിൻ്റെ ഫിംഗറിലോട്ട് പോകുന്ന രീതിയിൽ ഇത്തിരി സ്പേസ് വിട്ടിട്ട് ഇതുപോലെ വി ഷേപ്പ് വരുന്ന രീതിയിൽ 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന സ്പേസിൽ ഇതുപോലെ തന്നെ ചെരിഞ്ഞ രീതിയിൽ ലൈൻസ് ഒന്ന് ഗ്യാപ്പിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ ലൈൻസിലും ഇതുപോലൊന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് എല്ലാ ലൈൻസിലും ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വരച്ചെടുത്ത ലീവ്സിൻ്റെ ഒക്കെ ലൈൻസിൻ്റെ സെൻറ്ററിലായിട്ട് വീണ്ടും 2 ലൈൻസ് വീതം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലൈൻ മാത്രം വരച്ചെങ്കിലും പിന്നീട് ഓരോ ലൈൻ കൂടെ ഒന്ന് അടുപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫിംഗറിലായിട്ട് ഇതുപോലൊന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് 2 ലൈനൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ഭാഗത്ത് നിന്ന് മുകളിലോട്ടായിട്ടും 2 ലൈൻസ് വീതം ഗ്യാപ്പിട്ടിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക. അടുത്തൊരു ഫിംഗറിൽ ആദ്യം ഒരുപോലെ തന്നെ കൊടുത്തെങ്കിലും പിന്നീട് അതിനെ 2 ആക്കിയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് ഏകദേശം സെൻറ്റർ വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ 2 പാർട്ടാക്കിയിട്ട് ഒന്ന് ലൈൻസ് വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തൊരു ഫിംഗറും കൂടെ ഇതുപോലെ ലൈൻസ് വരച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഫിംഗറിൻ്റെ അറ്റത്തായിട്ട് ബാക്കിയുള്ള സ്പേസ് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത കോളങ്ങളുടെ ഒക്കെ ജോയിൻറ്റിൽ ഇതുപോലൊന്ന് ഡോട്ട്സ് ഇട്ടും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.